ചെറിയ പാക്കറ്റ് പക്ഷെ വലിയൊരു പഞ്ച്. അതാണ് നമുക്ക് ടാറ്റയുടെ പുതിയ ഇലക്ട്രിക് വണ്ടിയായ പഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാറ്റ അവിടെ പഞ്ച് EVയുടെ പ്രൈസസ് ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ റേറ്റിലാണ് വണ്ടി വരാൻ പോകുന്നതാണ് നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. എന്തായാലും പേരുള്ള പോലെ തന്നെ ഒരു പഞ്ച് കൊടുത്തുകൊണ്ടാണ് ടാറ്റ പഞ്ച് അവിടെ പ്രൈസസ് റിവീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ EV മാനുഫാക്ചേഴ്സും തീർച്ചയായിട്ടും പഞ്ച് തന്നെയായിരിക്കും എൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ്. അപ്പോൾ പഞ്ച് EV വരുന്നത് ആക്ച്വലി 2 വേരിയൻറ്റിലാണ്, ഒരു ബേസ് വേരിയൻറ്റും ഒരു ലോങ് റേഞ്ച് വേരിയൻറ്റും. അങ്ങനെ 2 വേരിയൻറ്റിലാണ് വണ്ടി വരുന്നത്. നമ്മൾ പ്രൈസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.99 ലക്ഷം രൂപ മുതൽ 13.29 ലക്ഷം രൂപ വരെയാണ് ബേസ് വേരിയൻറ്റ് വില നിൽക്കുന്നത്. അതേസമയം നമുക്ക് ലോങ് റേഞ്ചിൻ്റെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ 12.99 ലക്ഷം മുതൽ 14.49 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ വില നിൽക്കുന്നത്. ഇതെല്ലാം ജസ്റ്റ് ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ വില കൂടുമെന്ന് പറയാൻ സംശയമില്ല. അപ്പോൾ ഇത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉണ്ടാവുള്ളൂ. നമ്മൾ പഞ്ചിൻ്റെ വേരിയൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്നത് 5 വേരിയൻറ്റ് ഓപ്ഷൻസിലാണ് വരുന്നത്. ആദ്യത്തെ വന്നിട്ട് സ്മാർട്ട്, രണ്ടാമത്തെ സ്മാർട്ട് പ്ലസ്, മൂന്നാമത്തെ അഡ്വഞ്ചർ, നാലാമത്തെ എംപവേർഡ്, അഞ്ചാമത്തെ എംപവേർഡ് പ്ലസ്. അതിൽ എംപവേർഡ് പ്ലസ് ആണ് എൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് ഓരോ വണ്ടി വേരിയൻസിലുള്ളതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വെറുതെ വീഡിയോ ലെങ്തി ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓരോ വണ്ടിക്കകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പഞ്ച് EV വരുന്നത് ആക്ച്വലി പുതിയ പ്ലാറ്റ്ഫോമിലാണ്, അതായത് ജനറേഷൻ 2 ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടിയാണ്. അവരുടെ ആദ്യത്തെ വണ്ടിയാണ് ആ പ്ലാറ്റ്ഫോം വരുന്നത്. അവരതിൻ്റെ പേര് വന്നിട്ട് Acti.ev എന്നാണ്, അതായത് അഡ്വാൻസ്ഡ് കണക്റ്റഡ് ടെക് ഇൻ്റലിജൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്രോൾ പ്ലാറ്റ്ഫോം അല്ല, അതായത് ഇലക്ട്രിക് വണ്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സെൻട്രൽ ടണൽ ഉണ്ടാകത്തില്ല, കൂടുതൽ സ്പേസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ വണ്ടിയാണ് പഞ്ച് EV. അപ്പോൾ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വണ്ടിക്കകത്തൊരു ഫ്രങ്ക് വരുന്നത്. ഫ്രങ്ക് എന്ന് നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 14 ലിറ്ററിൻ്റെ ഒരു ഫ്രങ്കും ബോട്ട് വന്നിട്ട് 366 ലിറ്ററാണ് വരുന്നത് നമുക്ക് പഞ്ച് EVക്കകത്ത്. അപ്പോൾ വേറെ സന്തോഷ വാർത്തയുള്ളത്, ടാറ്റയുടെ ഭാഗത്ത് നമുക്ക് പുതിയൊരു എക്സ്ക്ലൂസീവ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗുജറാത്തിലാണ്. അതിൽ EV മാനുഫാക്ചറിങ് യൂണിറ്റാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇയർലി വന്നിട്ട് 3 ലക്ഷം വണ്ടിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കാര്യമായ ഒരു റിഡക്ഷൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പോൾ നമുക്ക് പാർട്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് അവരങ്ങനെ പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർ ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വണ്ടി വരുന്നത് 2 വേരിയൻറ്റ് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഒന്ന് വന്നിട്ട് ലോങ് റേഞ്ചും ഒന്ന് വന്നിട്ട് ബേസ് വേരിയൻറ്റും. നമുക്ക് അതിൻ്റെ റേഞ്ച് ഓപ്ഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ കമ്പനി അവകാശപ്പെടുന്നത് 315 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ലോങ് റേഞ്ച് പറയുകയാണെങ്കിൽ 421 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ ഉപയോഗിക്കുന്നത് 60 കിലോവാട്ട് പവർ വരുന്ന മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് 114 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടോപ്പ് എൻ്റെ നമ്മൾ ലോങ് റേഞ്ച് പറയുകയാണെങ്കിൽ 90 കിലോവാട്ടിൻ്റെ ഒരു പീക്ക് പവർ എന്നൊരു മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 190 ന്യൂട്ടൺ മീറ്റർ ടോർക്കും തരുന്നുണ്ട്. അടുത്തുള്ള ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ വെച്ച് ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 25 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ലോങ് റേഞ്ച് ആകുമ്പോൾ 35 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ടിഗോറിൻ്റെ വണ്ടിയാണുള്ളത്. ടിഗോറിൽ ഉപയോഗിക്കുന്ന 26 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അത് 315 കിലോമീറ്റർ റേഞ്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 25 കിലോവാട്ടിൽ നിന്ന് തന്നെ 315 കിലോമീറ്റർ റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും R&Dയുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ടാറ്റയുടെ അത്രയും ഡാറ്റ ഉള്ളതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും R&D ഫെസിലിറ്റീസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വണ്ടി കുറച്ചും റിഫൈൻഡ് ആവുകയാണ്. അടുത്ത നമ്മൾ സേഫ്റ്റി ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സേഫ് ആയിട്ടുള്ള വണ്ടിയാണ് ടാറ്റ വെഹിക്കിൾസ്. അപ്പോൾ അതിൽ 6 എയർ ബാഗ് സ്റ്റാൻഡ് വരുന്നുണ്ട്, 4 വീലിൽ നമുക്കിപ്പം ഡിസ്കവറിക്ക് വരുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഫീച്ചർ റിച്ച് ആയിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. ഇപ്പം അത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഹർമാൻ്റെ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സിമിലർ ആണ്, നമ്മുടെ നെക്സോൺ EVയുടെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ നോക്കിയാൽ തന്നെ അത് ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. കൂടാതെ നമുക്കിപ്പോൾ 10.25 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവർ ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് മാപ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേയിൽ കാണണമെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺസോളിൽ തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ലോങ് റേഞ്ച് വണ്ടിയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇപ്പം വല്ല ടൈറ്റ് ആയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്ന വണ്ടി തന്നെയാണ് ടാറ്റയുടെ പഞ്ച്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 15 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് പോകാം. ഇപ്പം ടിഗോറിലേക്കോ അല്ലെങ്കിൽ നെക്സോണിലേക്കോ പോകേണ്ട ആവശ്യമില്ല. നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. അപ്പം വേറെ കാര്യമുള്ള ലോങ് റേഞ്ച് വണ്ടിക്കകത്ത് 2 വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് AC ഫാസ്റ്റ് ചാർജർ ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ നമുക്കിപ്പോൾ സൺറൂഫിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ വേറെ കുഴപ്പമുള്ളത് നിങ്ങൾക്കിപ്പോൾ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യണമെങ്കിൽ 50,000 ഈച്ച് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് ലോങ് റേഞ്ച് വണ്ടിക്കകത്ത് നിങ്ങൾക്ക് AC ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ 50,000 രൂപ അഡീഷണൽ പേ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് സൺറൂഫ് വേണമെങ്കിൽ വീണ്ടും 50,000 രൂപ അഡീഷണൽ പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് 2 വണ്ടിയുടെ ഈ അഡീഷണൽ ഫീച്ചേഴ്സ് അവൈൽ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഈ റേറ്റ്. കാരണം ഇപ്പോൾ 10.99 ലക്ഷം രൂപ മുതൽ 14.49 ലക്ഷം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റ് തന്നെയാണത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും തീർച്ചയായും കൺസിഡർ ചെയ്യാൻ വണ്ടി തന്നെയാണത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ മൊത്തം ഡീറ്റെയിൽസ് ഇത് പറഞ്ഞിട്ടില്ല, കാരണം ഓൾറെഡി എൻ്റെ ചാനലിൽ വേറെ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് കണ്ടാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിന് അതിൽ എല്ലാ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇത് പറയാത്ത വെറുതെ വീഡിയോ ലെങ്ത് ആയി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ 5 മിനിറ്റ് കൂടുതൽ വീഡിയോ ആവുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ വീഡിയോ ആദ്യമേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ബെല്ലൈക്കൺ ഒന്ന് ജസ്റ്റ് പ്രസ് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.